ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി സാധനമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയത് സമൂസയാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത് പപ്സ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ആവാനായിട്ടൊരു കഥ ഉണ്ട് കേട്ടോ. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ബട്ടറിൽ പനീർ ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻ, ക്യാപ്സിക്കം 2 കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാരറ്റും കൂടി ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള കുറച്ച് പൊടികൾ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം അതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം, ഒരു മണത്തിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതിലേക്ക് പൊട്ടാറ്റോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് വേറെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് സ്മാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ മിക്സും ഈ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. സമൂസ ഷീറ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സമൂസയുടെ ആ ഷേപ്പ് തീരെ വരാണ്ട് ഞങ്ങൾ ഓരോ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് പോയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കരിഞ്ഞിട്ടാണ് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. കരിഞ്ഞതൊക്കെ മാറ്റി വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ ശരിയായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചീസി ആയിട്ട് നിൽക്കുന്നത്. സമൂസ ഷീറ്റൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ.